ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അള്ളി പിടിച്ച് കയറിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ആ മുരിങ്ങയില പറിക്കാനാണ്. ആ മുരിങ്ങയില അങ്ങ് കൊമ്പത്തുള്ളത്. അവനാണെങ്കിൽ പറിച്ചേ അടങ്ങും. അച്ഛൻ പറിക്കാന്ന് പറഞ്ഞിട്ടൊന്നും മൂപ്പർ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ പറിക്കാം അച്ചാ, ഞാൻ പറിക്കാന്ന് പറഞ്ഞു അവിടെ ബഹളമായിരുന്നേ. ഞാൻ ഈ ബഹളത്തിൻ്റെ അടുത്തൊന്നും പോയില്ല കേട്ടോ. ഞാനിങ്ങ് ദൂരെ റോഡിൽ മാറി നിൽപ്പാണേ. വേറൊന്നല്ല, മഹാഗണീൻ്റെ ഇല ഇങ്ങനെ നിറച്ചും വീണിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല മിനുസുള്ളൊരു ടൈപ്പ് ഇലയായിരിക്കും. അതിൻ്റെ മണ്ടയ്ക്ക് ചവിട്ടിയ ഉരുണ്ടിയിട്ട് താഴെ പോകും. വീണിട്ട് എനിക്ക് വയ്യ ഗൈസ്, എന്നെ ആര് നോക്കാനാണ്? അതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറാത്തത്. അപ്പോൾ നമുക്കിത് ഇഷ്ടം പോലെ മുരിങ്ങാച്ചപ്പ് കിട്ടിയിട്ടുണ്ട്. നാളെ മുരിങ്ങാച്ചപ്പും ചക്കക്കുരു കറി വെക്കാനുള്ള പ്ലാനിലാണ് അച്ഛനോട് ഞാൻ മുരിങ്ങാച്ചപ്പ് പറിച്ചിരാൻ പറഞ്ഞത് തന്നെ കേട്ടോ. നല്ല സന്ധ്യ ആയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ചായയൊക്കെ കഴിഞ്ഞ് നേരെ ചക്കക്കുരു പരിപാടിയിലാണ്. ചക്കക്കുരു മുരിങ്ങാച്ചപ്പും കറി വെക്കാൻ കുറേ നാളായി കൂട്ടിയിട്ട്, അതുകൊണ്ട് കൊതിയായിട്ട് വയ്യ. മുരിങ്ങാച്ചപ്പ് ഇങ്ങനെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ വൈകുന്നേരമേ പറിച്ചതല്ലേ, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്താണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാടിയിട്ട് നമ്മളിങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വീഴേ. അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് പണിയാണ് മുരിങ്ങാച്ചപ്പ് നുള്ളി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രാണികളുടെ മുട്ടയോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ വേഗം എടുത്തിട്ടാണ്. ഇന്ന് ഇതിൻ്റെ ഉപ്പേരി കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ചപ്പിൻ്റെ ഉപ്പേരിയെ. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. മുരിങ്ങാച്ചപ്പ്, ചക്കക്കുരു അതൊന്നും എൻ്റെ മോൻ കൂട്ടൂലേ. എൻ്റെ മോന് ഞാൻ ചക്കക്കുരു ഒക്കെ വയൽ വെച്ച് വെക്കുമ്പോൾ അതങ്ങ് തുപ്പിക്കളയും. മുരിങ്ങാച്ചപ്പിൻ്റെ ഉപ്പേരി കൂട്ടിയാൽ അതങ്ങ് തുപ്പിക്കളയും. ഞാൻ എന്നിട്ട് കഷ്ടിച്ച് മുരിങ്ങാച്ചപ്പിന് ഇങ്ങനെ നല്ലപോലെ ചീച്ച് അതിൻ്റെ നീരൊക്കെ എടുത്ത് അങ്ങനെ ചോറിൽ കളത്തരം കാണിച്ച് കൊടുക്കാറാണേ. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുക്ക് അങ്ങനെയൊക്കെ സാധിക്കൂ. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് കണ്ണിന് ഇങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞ സമയത്ത് മുരിങ്ങാച്ചപ്പിൻ്റെ ഇല നല്ലതാണ് കൊടുക്കുന്നത്, കണ്ണിനൊക്കെ കൊടുക്കണം എന്നുള്ളത്. അന്നേരമൊക്കെ കഞ്ഞിയിലൊക്കെ ഇട്ടിട്ട് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ കഞ്ഞി വേവിക്കുന്ന സമയത്ത് അതിലിട്ടിട്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. 2 ദിവസം മുമ്പേ നല്ല പഴുത്ത ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുരു ഞാൻ കളയാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുരുവാണ് ഈ കുരു. ഇതെന്ന് വെച്ചാൽ 2 വിസിലേ വേണ്ടു കേട്ടോ. നല്ല കുരുവാണ്, നല്ല വെണ്ണ പോലെ ഉണ്ടാവും കേട്ടോ ചക്കക്കുരു. ആ ചക്കക്കുരുവിൻ്റെ കൂടെ മുരിങ്ങാച്ചപ്പ് ഇടുമ്പോൾ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചക്കക്കുരു നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മുടെ മുരിങ്ങാച്ചപ്പ് ഇടുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചേ വേണ്ടു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അപ്പം നന്നായിട്ട് വാടി വന്നതിന് ശേഷം, അധികം വാടണ്ട കേട്ടോ. അധികം വാടിക്കഴിഞ്ഞാൽ കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ഇടുക. പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇടാം കേട്ടോ. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവായിരുന്നു, ഞാൻ പിന്നെയും കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ആ ഉടയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒന്നുമില്ല, നമ്മൾ വറവിടുന്ന സമയത്ത് ചെറിയുള്ളി ഇടുക. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിങ് പോരും ഗൈസ്. അപ്പം പാൻ അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, നമ്മൾ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിടുക. അതൊന്ന് മൂപ്പിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആകും വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കറിയൊക്കെ ഞാൻ വേറെ പാത്രത്തിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പം നല്ല രസമില്ലേ കാണാൻ, കളറൊക്കെ വന്നതിന് ശേഷം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി. ഉപ്പും പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇടണേ. അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനും ലീവിന് ഇവിടെ ഇളഞ്ഞിട്ട് തിന്നുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിക്കാം, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വേറൊരു പരിപാടിയില്ല, സെറ്റാണ് കറി. ഈ കറിയും കൂട്ടി നമുക്ക് എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻകറിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളാണ്. ഇത് പൊട്ടിക്കറിയില്ല, നമ്മൾ ഇറശ്ശേരി കറി പോലത്തെ കറി, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബാക്കി വന്ന മുരിങ്ങാച്ചപ്പെടുത്ത് നമ്മൾ ഉപ്പേരി കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ മീനൊക്കെ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ മുതലേ ലീവൂട്ടിന് ഭയങ്കര വയറിളക്കായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ കുറച്ച് സമയം നിന്നപ്പോൾ വിചാരിച്ചു ഇതിപ്പം നിൽക്കുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് ഉള്ളിലേക്ക് എത്തുന്തോറും ഇങ്ങനെ വരന്ന് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത് തന്നെയുള്ള ഡോക്ടറെ കാണിച്ചു. ഞാൻ വർക്ക് ചെയ്ത ക്ലിനിക്കിലാണ് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എങ്ങനെ പോകുന്നതെന്ന്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പൈസയൊക്കെ കിട്ടാറുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ ഇല്ല, പൈസ കിട്ടാനൊന്നും ആയിട്ടില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്നാണ്. പക്ഷേ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചാനൽ എങ്ങനെ പോകുന്നത്, അല്ലെ വീഡിയോസ് എല്ലാം സൂപ്പറായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഒരു സന്തോഷം എനിക്കും കിട്ടി കേട്ടോ. പൈസ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാനിത് തുടങ്ങിയത് കേട്ടോ. നമ്മുടെ ഒരു ഹാപ്പിനെസ്, എനിക്ക് സമയം പോക്കാൻ അല്ലേ എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ എന്ന് എഴുതി ചെയ്യുന്നതാണ്. പിന്നെ ഇതാ പോകുന്ന വയൽ നിറച്ചും ഇങ്ങനെ പച്ചക്കറി നട്ടിട്ടുണ്ട്. കുമ്പളങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, പയറുണ്ട്, ചീരയുണ്ട്, അങ്ങനെ കുറേ സാധനമുണ്ട്. പിന്നെ ലിയോന് ഇതാ ഈ ഒരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതെന്താ ORS മറ്റോ ആണ്. അവൻ്റെ വിചാരം ഇത് ഫ്രൂട്ടിയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ.